Hey guys, welcome back. Madhu sir is here. So, നമ്മൾ എന്താണ് prediction question ആയിട്ടാണ് വന്നിട്ടുള്ള 5th ലെ important ആയിട്ടുള്ള ചാപ്റ്ററിലെ important ആയിട്ടുള്ള കുറച്ച് questions നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ മെഗാ ഓഫർ ആയിട്ട് ജൂപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരുപാട് മക്കൾസ് ഉണ്ട് അല്ലേ? ആദ്യം ചേരുന്ന 2000 സ്റ്റുഡൻസിന് മാത്രമേ എന്തുള്ളൂ അവസരമുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രോളിൽ പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. എന്തായിരിക്കും കാരണം? ദ ക്ലോത്ത്സ് ഓഫ് ഏർലി ഹ്യൂമൻസ് വാസ് നോട്ട് ദ സെയിം ആസ് ഇറ്റ് ഈസ് ടുഡേ. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തൊക്കെയാണ് റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ആദിമ മനുഷ്യർക്ക് വസ്ത്രനിർമ്മാണത്തിനുള്ള യന്ത്ര സാമഗ്രികളോ സാങ്കേതിക വിദ്യകളോ വൈവിധ്യമാർന്ന വസ്തുക്കളോ ലഭ്യമായിരുന്നില്ല. Primitive humans did not have access to machinery, technology or wide variety of materials for clothing production. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് അല്ലേ? ആദിമ മനുഷ്യർ വസ്ത്രനിർമ്മാണം ഇന്നത്തേതുപോലെ ആയിരുന്നില്ല. എന്താണ് അതിന് കാരണം എന്നത് നമ്മൾ ഈ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വി ക്യാൻ മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. യെസ്, യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ചേഞ്ചസ് ഡിഡ് ദ യൂസ് ഓഫ് മെഷീൻസ് ബ്രിങ് ടു ദ ക്ലോത്ത് മാനുഫാക്ചറിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? യന്ത്രങ്ങളുടെ കടന്നുവരവോടുകൂടി എന്തൊക്കെ നമുക്ക് എഴുതാം? വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടായി. ദെൻ മനുഷ്യരുടെ അധ്വാന ഭാരത്തിൽ കുറവ് വന്നു. രണ്ടാമത്തെ പോയിന്റ്. ദെൻ തേർഡ് വൺ, വസ്ത്രത്തിലെ വൈവിധ്യങ്ങൾ, വസ്ത്രങ്ങൾ പല കളറിലുള്ള അല്ലെങ്കിൽ പല നിറങ്ങളിലുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ നമുക്ക് നൽകി വന്നു. ദെൻ ഫോർത്ത് വൺ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ നിർമ്മാണത്തിലേക്ക് ഇത് നയിച്ചു. ദെൻ ഫിഫ്ത്ത് വൺ, വസ്ത്രങ്ങളുടെ ഒരുപാട് വ്യാപനം വന്നുല്ലേ? ഉപയോഗത്തിനനുസരിച്ച് വ്യാപനം കൂടി. ദെൻ സിക്സ്ത് വൺ, ഉൽപാദന ചിലവ് കുറഞ്ഞില്ലേ? ഒരുപാട് ഒന്നിച്ചു ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്താണ്? ഉൽപാദന ചെലവുകൾ കുറയുന്നു. ദെൻ ലാസ്റ്റ് വൺ, ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു. ഒരുപാട് ക്ലോത്തുകൾ ഒന്നിച്ച് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. നമുക്ക് പറയാം ഇൻക്രീസ് ഇൻ ക്ലോത്തിങ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, റിഡക്ഷൻ ഇൻ ദ ഹ്യൂമൻ വർക്ക് ലോഡ്. ദെൻ തേർഡ് വൺ, വെറൈറ്റി ഇൻ ക്ലോത്തിങ്. ഫോർത്ത് വൺ, ക്വാളിറ്റി ക്ലോത്ത്സ് നമുക്ക് കിട്ടി. ദെൻ ഫിഫ്ത്ത് വൺ, സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്. സിക്സ്ത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹാസ് കം ഡൗൺ. സെവൻത് വൺ, പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. പ്രൊഡക്ഷൻ വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. സോ ഏത് ക്വസ്റ്റ്യൻ? യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് ഏത് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് ഡാഷ്. A+ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. A+ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ പറയാം? ഇൻ സദേൺ ട്രാവൻകൂർ ഇൻ ദ ഏർലി 19th century the dash is a protest for women to cover their breasts. Yes, ഏതാണ് ആൻസർ? യെസ്, we know the answer was മേൽമുണ്ട് സമരം, മേൽമുണ്ടു സ്ട്രൈക്ക് ഓർ മേൽമുണ്ടു മൂവ്മെന്റ് എന്ന് നമുക്ക് എഴുതാം. യെസ്, മേൽമുണ്ട് സമരം എന്നതാണ് എന്ത്? സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മേൽമുണ്ട് സമരം എന്ന പേരിൽ അല്ലേ? മേൽമുണ്ട് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേടാ? അല്ലേ? യെസ്. ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വൺ വേർഡിലും ചോദിക്കാം, അതോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്യാനും. മേൽമുണ്ട് സമരം എന്നാൽ എന്താ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വസ്ത്രനിർമ്മാണ രംഗത്തെ 4 തൊഴിൽ മേഖലകൾ ഏതൊക്കെ? വസ്ത്രനിർമ്മാണ മേഖലയിലെ തൊഴിൽ മേഖലകൾ അല്ലെ? പ്രധാനപ്പെട്ട 7ഓളം തൊഴിൽ മേഖലകൾ നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാടാ? നെയ്ത്ത് അല്ലെ? റൈറ്റ് 4 ജോബ്സ് ഫീൽഡ്സ് ഇൻ ദ ഗാർമെന്റ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി അല്ലെ? 7 നമുക്ക് ഇവിടെ പഠിക്കാം. നെയ്ത്ത്, വസ്ത്രാലങ്കാരം, തുന്നൽ, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായം മുക്കൽ, നൂൽപ്പ്. എങ്ങനെ പറയാം? എംപ്ലോയ്മെന്റ്
sectors in the cloth manufacturing, spinning, then weaving, then costume design, sewing, embroidery, then designing, dyeing. അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5, 6, 7 പോയിന്റ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കേട്ടോ. അപ്പൊ എന്താണ് ഈ ക്വസ്റ്റ്യൻ വരും അല്ലേ? വസ്ത്രനിർമ്മാണത്തിന്റെ രംഗത്തെ തൊഴിൽ മേഖല, ഏതൊക്കെ തൊഴിൽ മേഖലകളാണ്? 7ഓളം തൊഴിൽ മേഖലകളുണ്ട്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ആയിട്ട് പഠിച്ചു. ദെൻ ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? ഇമ്പോർട്ടൻ്റ് ആണ്, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ഇത്. ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? A+ വേണ്ടേ? IMP ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആരാടാ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്? യെസ്, we know who invented the spinning jenny. It was James Hargreaves. അല്ലേ? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് എന്ത്? സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. അങ്ങനെയെങ്കിൽ എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ? വാട്ട് ആർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? എങ്ങനെ പറയാം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാൽ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്തായിട്ടുള്ള സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ include the 3-tier panchayat system in rural areas such as gram panchayat, block panchayat, district panchayat, etc., and the administrative institution in urban areas such as municipalities and corporations. അല്ലേ? മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ആണ് അർബൻ ഏരിയയിലെ. ദെൻ ഇവിടെ പഞ്ചായത്ത് ഏരിയയിലെ അഥവാ റൂറൽ ഏരിയയിലെ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ചു. യെസ്. Then the next one, എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യനിൽ, എക്സാം പേപ്പറിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള A+ നേടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കൂ, എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? വാട്ട് ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജ്? യെസ്. എങ്ങനെ എഴുതാം? യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയാണ്? 18 അല്ലെ? യെസ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് refers to the right of all person of a certain age to vote the election without any discrimination. Until 1989, the vote age in India was 21 year. Now it is 18 year. സെറ്റല്ലേ? നിലവിൽ 18 വയസ്സാണ് കേട്ടോ വോട്ട് രേഖപ്പെടുത്താനുള്ള നിശ്ചിത പ്രായം. Set. Then the important next question is, എന്താണ് ജനാധിപത്യം? വാട്ട് ഈസ് ഡെമോക്രസി? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. എന്താണ് ജനാധിപത്യം? വാട്ട് ഈസ് ഡെമോക്രസി? എങ്ങനെ പറയാം നമുക്ക്? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്നതോ ആയ പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. ഡെമോക്രസി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ മേക്ക് decision about administrative matter directly or through responsibilities they choose. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം അഥവാ ഡെമോക്രസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറക്കരുത് കേട്ടോ. യെസ്, നോട്ട് ചെയ്യണം. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പങ്കാളിത്ത ജനാധിപത്യം അതോടൊപ്പം പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം? വാട്ട് ഈസ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ഓർ വിസിബിൾ ഡെമോക്രസി? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം.
participatory democracy or district direct democracy is a system of government in which the people directly participate in government affairs. സെറ്റല്ലേ? നമ്മുടെ രാജ്യത്തെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെ? തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ പഠിക്കണേ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് ഇലക്ഷൻ ഇൻ അവർ കൺട്രി? ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന നടത്തൽ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, ദെൻ തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ദെൻ എങ്ങനെ പറയാം? അപ്പോയിന്റ്മെന്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്, ദെൻ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, ദെൻ സബ്മിഷൻ ഓഫ് നോമിനേഷൻ പേപ്പേഴ്സ്, ദെൻ searching of the security of the paper, withdrawal of the nomination papers, then election campaign, then polling, then counting vote and the declaration of the result. Yes, these are the main Pakka prediction of 2025 season. So Madhu sir is signing off. All you guys, please subscribe the channel. Bye. See you in the next video. Bye.